കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ മണ്ഡലത്തിൽ ഇത്തവണ തീപ്പാറും മത്സരമാണ് നടക്കുന്നത്. ബേപ്പൂർ മണ്ഡലത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ PV അൻവർ രംഗത്തെത്തിയതോടെയാണ് മത്സരത്തിന് ചിത്രമാകെ മാറിയത്. എന്നാൽ ആത്മവിശ്വാസം തെല്ലും കുറയാതെയാണ് മുഹമ്മദ് റിയാസ് മണ്ഡലത്തെ അഭിമുഖീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിലാണുള്ളത്. മുഹമ്മദ് റിയാസ് പറയുന്നു, ഇത്തവണ ഭൂരിപക്ഷം കൂടുമെന്ന്. ബേപ്പൂർ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ആത്മാഭിമാനത്തോടെ അങ്ങ് പറയുന്നത് പണത്തിന് മുകളിൽ ബേപ്പൂർ പറക്കുമെന്നാണ്. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഈ അവസാന ലാപ്പിൽ? അല്ല, ബേപ്പൂരിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. എല്ലാ കാലത്തും അവസരവാദ രാഷ്ട്രീയത്തിനെതിരെ ശബ്ദമുയർത്തിയവരാണ് ബേപ്പൂരിലെ ജനങ്ങൾ. എല്ലാ കാലത്തും അത് നമുക്കറിയുന്ന പണാധിപത്യം ഒരിക്കലും ജനാധിപത്യത്തിന് മുകളിൽ ഉണ്ടാകില്ല. അത് ബേപ്പൂരിലെ പ്രബുദ്ധരായ ജനങ്ങൾ എല്ലാ നിലയിലും മനസ്സിലാക്കുന്ന കാര്യം. ഈ മണ്ഡലം റാലി നടക്കുന്നതിന്റെ 1 കിലോമീറ്റർ അകത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് എണ്ണി പറഞ്ഞു. വളരെ ആത്മവിശ്വാസമുണ്ട്, ജനങ്ങളുടെ കയ്യടിയും കാണുന്നുണ്ട്. എത്ര ശതമാനം ഈ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്? ഭൂരിപക്ഷം ഒന്നും ഞാനിപ്പോൾ പ്രവചിക്കുന്ന ആളല്ല. പക്ഷേ 2021 LDFന് ലഭിച്ചത് സർവകാല റെക്കോർഡ് വോട്ടാണ്. ഭൂരിപക്ഷവും റെക്കോർഡായിരുന്നു, വോട്ട് റെക്കോർഡായിരുന്നു. വോട്ട് 82,000 കിട്ടിയത്. 82,000 ഇത്തവണ മറികടക്കും. 2026 LDFന് കിട്ടാൻ വേണ്ടി പോകുന്നത് ഈ മണ്ഡലം ഉണ്ടായതിനു ശേഷമുള്ള സർവകാല റെക്കോർഡ് വോട്ടായിരിക്കും. കേരളത്തിലെ പൊതുവിലവസ്ഥ? കേരള LDF വിജയിച്ചു. LDF നല്ല വിജയമുണ്ടോ? കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് വർദ്ധിക്കും.